ഇന്ന് നമുക്ക് വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒത്തിരി പോഷക ഗുണങ്ങളുള്ള നട്ട് ബോൾസ് എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ആദ്യം നമുക്ക് ഇതിന് വേണ്ട നട്ട്സൊക്കെ ഒന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കാം. ഇതിനു വേണ്ടി ഞാനിവിടെ എടുത്തിരിക്കുന്നത് 1/3 കപ്പ് ബദാം, 1/3 കപ്പ് വാൾനട്ട്, 1/3 കപ്പ് കാഷ്യൂ നട്ട്, 1/3 കപ്പ് പിസ്താഷിയോ, 1/3 കപ്പ് കടല. ആദ്യം നമുക്ക് ഇതെല്ലാം ഒന്ന് ചെറുതീയിൽ ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കാം. ഞാനിവിടെ എല്ലാ നട്ട്സും ഒരേ ക്വാണ്ടിറ്റിയിലാണ് എടുത്തിരിക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ ഏത് കപ്പ് അളവാണോ ഉള്ളത് ആ കപ്പിൻ്റെ 1/3 അളവിൽ എടുത്താൽ മതി. അതേപോലെ തന്നെ കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ എടുക്കാം. അതേപോലെ ഓരോ നട്ട്സും സെപ്പറേറ്റ് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കുന്നതാണ് നല്ലത്. ഞാനിവിടെ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് എല്ലാം കൂടെ ഒന്നിച്ചിട്ട് ഒന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്യുന്നത്. ഒരു 3-4 മിനിറ്റ് ഇങ്ങനെ ഡ്രൈ റോസ്റ്റ് ചെയ്താൽ മതി. നട്ട്സ് കരിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മുടെ നട്ട്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊരു പാത്രത്തിലേക്ക് മാറ്റി ചൂടാറാൻ വെക്കാം. ഇനി നമുക്ക് ഫ്ലാക്സ് സീഡ് ഒന്ന് ചൂടാക്കിയെടുക്കാം. 1/3 കപ്പ് തന്നെയാണ് ഇതും എടുത്തിരിക്കുന്നത്. ഒരുപാട് ഗുണങ്ങളുള്ളതാണ് ഈ ഫ്ലാക്സ് സീഡ്. ഷുഗർ, പ്രഷർ, കൊളസ്ട്രോൾ ഇതെല്ലാം കുറയ്ക്കാൻ സഹായിക്കും. അതുപോലെ തന്നെ ക്യാൻസറിൻ്റെ റിസ്ക്കും കുറയ്ക്കും. ഫ്ലാക്സ് സീഡ് ചെറുതായിട്ടൊന്ന് ചൂടായി വരുമ്പോഴത്തേനും പെട്ടെന്ന് അത് പൊട്ടിത്തെറിക്കാൻ തുടങ്ങും. അതുകൊണ്ട് ചെറിയൊരു മൂടി വെച്ചിട്ട് ഒന്ന് ചൂടാക്കി എടുക്കുന്നതായിരിക്കും നല്ലത്. ഇല്ലെങ്കിൽ അത് മുഴുവൻ പൊട്ടിത്തെറിച്ച് മുഴുവൻ കംപ്ലീറ്റ് പാത്രത്തിന് പുറത്തേക്ക് പോകും. ഇതൊരു 1-2 മിനിറ്റ് ചൂടാക്കുമ്പോഴത്തേനും റെഡി ആയിക്കോളും. ഇപ്പം നോക്കി നമുക്ക് കാണാൻ പറ്റും ഫ്ലാക്സ് സീഡെല്ലാം ഭയങ്കരമായിട്ട് പൊട്ടിത്തെറിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ അടപ്പ് വെച്ചില്ലെങ്കിൽ അത് മുഴുവൻ പാത്രത്തിലേക്ക് പുറത്തേക്ക് പോകും. ഫ്ലാക്സ് സീഡ് ഇപ്പം നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇത് നമുക്ക് ആദ്യം ചൂടാക്കി മാറ്റി വെച്ച നട്ട്സിൻ്റെ കൂടെ അങ്ങ് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് എള്ള് ചൂടാക്കിയെടുക്കാം. ഞാനിവിടെ 1/3 കപ്പ് വൈറ്റ് എള്ളാണ് എടുത്തിരിക്കുന്നത്. ഇതും ചെറു തീയിൽ തന്നെ വേണം ചൂടാക്കിയെടുക്കാൻ. എള്ള് ചൂടായി വരുമ്പോഴത്തേനും അതിൻ്റെ നിറമൊക്കെ ഒന്ന് മാറാൻ തുടങ്ങും. കുറച്ച് കഴിയുമ്പോഴത്തേനും അതൊന്ന് പൊട്ടിത്തുടങ്ങും. അപ്പോൾ നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്ത് ചൂടാറാൻ വേണ്ടി മാറ്റി വെക്കാം. എള്ള് മാത്രം വേറൊരു പാത്രത്തിലേക്കാണ് നമ്മൾ മാറ്റി വെക്കുന്നത്. കാരണം അത് മാത്രം നമ്മൾ പൊടിച്ചെടുക്കുന്നില്ല. ഇനി നമുക്ക് വേണ്ടത് കുറച്ച് ഈന്തപ്പഴമാണ്. ഞാനിവിടെ 250 ഗ്രാം ഈന്തപ്പഴം കുരു കളഞ്ഞ് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആദ്യം തയ്യാറാക്കി വെച്ചിരുന്ന നട്ട്സും പിന്നെ ഈന്തപ്പഴവും ചേർത്ത് മിക്സിയുടെ ചെറിയ ജാറിലിട്ടൊന്ന് ചെറുതായിട്ട് പൊടിച്ചെടുക്കാം. 2 പ്രാവശ്യമായിട്ടാണ് ഞാനിത് പൊടിച്ചെടുക്കുന്നത്. ഒരു പ്രാവശ്യം പകുതി നട്ട്സും പകുതി ഈന്തപ്പഴവുമാണ് ഇടുന്നത്. ഇപ്പം ഈ നട്ട്സ് ഞാനിവിടെ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഒരുപാടൊന്നും പൊടിച്ചെടുത്തിട്ടില്ല. നട്ട്സൊക്കെ ചെറുതായിട്ടൊന്ന് കടിക്കുന്ന രീതിയിലാണ് പൊടിച്ചിട്ടുള്ളത്. ഇതിപ്പം മൊത്തം നട്ട്സും ഈന്തപ്പഴവും കൂടെ ഞാനിവിടെ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് എള്ള് വറുത്തതും കൂടെ ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. ഇനി നമുക്കിത് ചെറിയ ഉരുളകളായിട്ടൊന്ന് ഉരുട്ടിയെടുക്കാം. എല്ലാ നട്ട്സിനും ഒരുപാട് ഗുണങ്ങളുള്ളതാണ്. മുടിയുടെ ആരോഗ്യത്തിനും എല്ലിൻ്റെ ആരോഗ്യത്തിനും വെയിറ്റ് ലോസിനും അതുപോലെ തന്നെ ബാഡ് കൊളസ്ട്രോൾ കുറച്ച് നല്ല കൊളസ്ട്രോൾ കൂട്ടാനും ഒക്കെയുള്ള വളരെ ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള നട്ട് ബോളാണിത്. ഓരോ നട്ട്സിൻ്റെയും പ്രത്യേകം ഗുണങ്ങൾ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുത്തിട്ടുണ്ട്. കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.